സ്നേഹമുള്ളവരെ, ഈശോയുടെ ശ്ലീഹന്മാരുടെ പേരുകൾ നൽകപ്പെടുമ്പോൾ അവസാന ഭാഗത്തായി പേര് നൽകപ്പെടുന്ന ഒരു ശ്ലീഹായാണ് ശിമയോൻ ശ്ലീഹ. അന്ത്രയോസ് ശ്ലീഹായുടെ സഹോദരനായ ശിമയോനിൽ നിന്നും ഈ ശ്ലീഹായെ വേർതിരിച്ചറിയുന്നതിന് വേണ്ടി എപ്പോഴും വിശേഷണനാമം കൂട്ടിച്ചേർത്താണ് ഈ ശ്ലീഹായുടെ പേര് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും കാനാൻകാരനായ ശിമയോൻ എന്നാണ് ഈ ശ്ലീഹായുടെ പേര് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും കാനാൻകാരനായ ശിമയോൻ എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കാനാൻകാരൻ എന്നുള്ളത് കൊണ്ട് കാനാ പ്രദേശത്തു നിന്നുള്ള വ്യക്തി എന്നല്ല നാം മനസ്സിലാക്കേണ്ടത്. ഖാനായി എന്നുള്ള ഹെബ്രായ വാക്കിൻ്റെ അർത്ഥം തീക്ഷ്ണമതി എന്നാണ്. തീക്ഷ്ണമതിയായ ശിമയോൻ എന്ന് കാണിക്കുവാനാണ് കാനാൻകാരനായ ശിമയോൻ എന്നുള്ള വാക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ഇതേ അർത്ഥം തന്നെയാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. തീവ്രവാദിയായ ശിമയോൻ എന്നാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ശ്ലീഹായിക്ക് നൽകപ്പെട്ടിട്ടുള്ള പേര്. എന്തുകൊണ്ടാണ് ഈശോ ഒരു തീവ്രവാദിയെ തൻ്റെ ശ്ലീഹായായി തിരഞ്ഞെടുത്തത്? ഇവിടെ തീവ്രവാദി എന്നുള്ള വാക്കിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ടെററിസ്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല തീവ്രവാദി എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് സെലറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്, തീക്ഷ്ണമതി എന്നുള്ള അർത്ഥത്തിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാമം നൽകപ്പെടുന്നത്? യഹൂദരുടെ അന്നത്തെ കാലത്തെ ജീവിത പശ്ചാത്തലം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ. യഹൂദരെ സംബന്ധിച്ചിടത്തോളം പല വട്ടങ്ങളിലായി വൈദേശിക ആധിപത്യത്തിന് കീഴിലുള്ളവരായിരുന്നതുകൊണ്ട് പല പ്രാവശ്യങ്ങളിൽ തങ്ങളുടേതായ പാരമ്പര്യങ്ങളും തങ്ങളുടേതായ ആചാരാനുഷ്ഠാനങ്ങളും മാറി നടക്കുവാൻ അവർ പ്രേരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈശോ ജനിക്കുന്ന കാലഘട്ടത്തിൽ യഹൂദ നാട് റോമാക്കാരുടെ കീഴിലായിരുന്നു എന്ന് നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ യഹൂദരുടെ ആചാരങ്ങളും യഹൂദരുടെ പാരമ്പര്യങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് റോമാക്കാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുവാനുള്ള ഒരു പ്രത്യേകമായ നിർബന്ധ ബുദ്ധി അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ യഹൂദരുടെ പാരമ്പര്യങ്ങളോടും യഹൂദരുടെ ആചാരാനുഷ്ഠാനങ്ങളോടും അഭിനിവേശം കൊണ്ടും അഭിവാഞ്ച കൊണ്ടും അത് പിന്തുടരുവാനും അത് നിലനിർത്തിക്കൊണ്ടു പോരുവാനും പ്രത്യേകമായി പരിശ്രമിച്ച ഒരു ചെറുകൂട്ടം ആളുകൾ യഹൂദർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നിരിക്കണം ശിമയോൻ ശ്ലീഹ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തീവ്രവാദിയായ തീക്ഷ്ണമതിയായ സെലറ്റ് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈജിപ്തിൽ തന്നെയാണ് അദ്ദേഹം തൻ്റെ സുവിശേഷ പ്രഘോഷണം നടത്തിയത്. അതിൻ്റെ അവസാനം ഒരറക്കവാളിനാൽ ശരീരം ഇരുപകുതിയായി മുറിച്ച് അദ്ദേഹം രക്തസാക്ഷിയായി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും തീക്ഷ്ണമതിയായ ശിമയോനെ പോലെ നമ്മുടേതായ സഭാ പാരമ്പര്യങ്ങളോടും സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളോടുമൊക്കെ വിശ്വസ്തത പുലർത്തുവാനും അത് നിലനിർത്തിക്കൊണ്ടു പോരുവാൻ തീക്ഷ്ണമായി ആഗ്രഹിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് മാതൃകയും പ്രചോദനവും നൽകുന്ന വ്യക്തിത്വമാണ് ശിമയോൻ ശ്ലീഹ. അദ്ദേഹത്തെ അനുകരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്കും നമ്മുടെ സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളോടും ആരാധനക്രമ രീതികളോടും ആധ്യാത്മിക പാരമ്പര്യങ്ങളോടും വിശ്വസ്തത പുലർത്തി കൂറുപുലർത്തി ജീവിക്കുവാൻ പ്രത്യേകം പരിശ്രമിക്കാം.